ക്യാമ്പുകളിലടക്കം സജീവമാവുകയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. പലരും ദുരന്തമുഖത്തെ വേദനകൾ കടിച്ചമർത്തിയാണ് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അർജുൻ PS തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ക്യാമ്പുകളിലടക്കം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നമ്മളോടൊപ്പമുള്ളത്. മേപ്പാടിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം കൂടുന്നത്. പലരും വലിയ വിഷമത്തിലൊക്കെയാണ് ഉള്ളത്. അതായത് പലരുടെയും കുടുംബത്തിലുള്ള ആൾക്കാരടക്കം അല്ലെങ്കിൽ ബന്ധുക്കാരടക്കം ഒലിച്ചു പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലും ഇവിടെ സേവനം ചെയ്യാണ് ഇവർ. ചേച്ചി, നിങ്ങൾ മേപ്പാടി ഹരിതകർമ്മ സേനയിലെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം? ഞങ്ങൾ പ്രളയം ഉണ്ടായി അന്ന് തുടങ്ങിയ പ്രവർത്തനം തന്നെയാണ്. ഞങ്ങൾ 10 ദിവസം ഇന്നേക്ക് നമ്മളാൽ കഴിയുന്ന എന്തും വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ പറയാനുള്ളത്, ഞങ്ങൾ ഹരിതകർമ്മസേനയിൽ 9 അംഗങ്ങൾ അതിൽ പെട്ടു. പക്ഷേ ഒരാളെ 2 മക്കളും പോയി. പിന്നെ അവളെ ഹോസ്പിറ്റലിലാണ്. ബാക്കി എല്ലാവരും കടുത്ത ഭയങ്കര മാനസിക പ്രശ്നത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ അവരോട് കൂടിച്ചേരാൻ ഞങ്ങളെല്ലാവരും എപ്പോഴും എന്തിനും തയ്യാറാണ് അവർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും. ക്യാമ്പിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അന്ന് ഉരുൾപൊട്ടി അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെല്ലാവരും സജീവ പ്രവർത്തനമാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങി, 6 മണി 5 മണിയാകുമ്പോൾ തുടങ്ങി രാത്രി 8:30 9 മണി വരെ ഞങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടുന്ന അവരുടെ എല്ലാതായ വേസ്റ്റുകളും എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് പരിസരം ശുചീകരിച്ച് എല്ലാത്തിലും ഞങ്ങൾ പങ്കാളികളാണ്. മോർച്ചറിയിലും എല്ലായിടത്തും നിന്ന് ഞങ്ങൾ സജീവ പങ്കാളിത്തം ഞങ്ങളുടേത് ഉണ്ട്. പിന്നെ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും ഹരിതകർമ്മസേനക്കാർ വന്നിട്ടുണ്ട്. അവരുടെയും സാന്നിധ്യം ഈ എല്ലാ ക്യാമ്പുകളിലും സജീവമായിട്ടുണ്ട്. തീർച്ചയായും സ്വന്തം ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അടക്കം നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു പുണ്യപ്രവർത്തിയിലേക്ക് ഇപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി നമ്മുടെ കൂടെ. എന്താണ് ചേച്ചിന്റെ പേര്? സുഹറ. എങ്ങനെയാണ് ആ ഒരു സംഭവം? വല്ലാത്ത മാനസികാവസ്ഥയാണ്. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറും. ഇവരെന്നെ പറയുന്നുണ്ട് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണെന്ന്. പിന്നെ എൻ്റെ നാട്ടിലത്തെ ഒരവസ്ഥ അങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും നല്ല രീതിയിലാണ് കഴിഞ്ഞു. എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ പോയി. എൻ്റെ ഏട്ടത്തിൻ്റെ 2 ആൺകുട്ടി, ഒരാണും പെണ്ണും പോയി. അളിയൻ്റെ ഫാമിലി പോയി, വേറൊരാളെൻ്റെ ഫാമിലി പോയി. ഉമ്മാൻ്റെ ഫാമിലിത്തെ ആർക്കും ഉടുക്കാനൊരു ഡ്രസ്സ് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. എന്നെ വിളിച്ചിങ്ങനെ പറയുമ്പോൾ നമ്മൾ നെഞ്ഞ് പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ അതിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് ഇരിക്കാൻ വീടില്ല. ഇനി ഇവിടുത്തെ ക്യാമ്പ് 2 ദിവസം കഴിഞ്ഞാൽ കഴിയും. എവിടെ പോകുക എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ പറഞ്ഞാൽ ഓരോ ബോഡി വരുമ്പോഴും ഞാൻ 5-6 ബോഡി തിരിച്ചറിഞ്ഞ്. പക്ഷെ ആ ബോഡി വരുമ്പോഴും ഞാൻ എന്താ വിചാരിക്കുക, എൻ്റെ ബാക്കിയുള്ളവരും ഇതിലാണ്. പക്ഷെ പഠിച്ചവനിക്ക് മാത്രമേ അറിയുള്ളൂ അതാരാന്നോ ഏതാന്നോ ഒക്കെ. വല്ലാത്ത ഒരവസ്ഥയിലാണ് നിന്ന്. ഞാൻ തളരുമ്പോൾ എൻ്റെ ഒപ്പം എല്ലാവരും സിദ്ദിഖായാലും പിന്നെ നൗഫൽക്കായാലും എല്ലാവരും ആയാലും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക്. ഞാൻ അങ്ങോട്ട് പോയി കരയുമ്പോഴത്തേന് എൻ്റെ പിറകെ വന്നിട്ട് അവർ പറയും ഈ തളരരുത്, എന്നെ പിടിച്ചോല് നിർത്തും. അങ്ങനെ 3 ദിവസം 8 ദിവസം 7 ദിവസം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഇപ്പോൾ ബോഡി ഇല്ലാതെ ഉണ്ടായത്. ബാക്കിയൊക്കെ ഒപ്പം കൂടെ നിന്ന് ഞാൻ ചെയ്യാവുന്നത്. എന്തായാലും ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഇനി എന്താന്നറിയില്ല. എൻ്റെ നാട്ടിലത്തെ അവസ്ഥ ഒക്കെ നഷ്ടപ്പെട്ടു. വീട് കുറെ ആൾക്കുണ്ട്. പക്ഷെ വീട് നഷ്ടപ്പെട്ടവരതും നഷ്ടപ്പെടാത്തവരതും ഒക്കെ ഒരവസ്ഥയാണ്. അവിടെ താമസിക്കാൻ ഇനി പറ്റൂലല്ലോ. തീർച്ചയായും ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ മനസ്സിൽ വെച്ചാണ് ഇവർ ഇവിടെ ജോലി ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ സേവനം ചെയ്തു വരുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള സേവനങ്ങൾ, അതായത് വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ് ഹരിതകർമ്മസേന ഇവിടെ ചെയ്യുന്നത്. അതായത് നൊമ്പരങ്ങൾ അടക്കിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ വിഷമങ്ങൾ കടിച്ചമർത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഇവർ ചെയ്തു വരുന്നത്.